സിബിൽ സ്റ്റിച്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ലേഡീസിന്റെ കോളറുകൾ. കോളറിന്റെ പാറ്റേൺ ആണ് പോകുന്നത്. കോളറിനെ കെട്ടി പാറ്റേൺ ഇതുപോലെ ഇവരളവിൽ പാറ്റത്തിന് അളവൊന്നും വേണ്ട, ഒരു പാറ്റേൺ ഉണ്ട്. ആദ്യം വന്നാൽ ലേഡീസിന്റെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കോളറിന്റെ പാറ്റേൺ ആണ്. കോളർ എന്ന് പറഞ്ഞാൽ കഴുത്ത് നിൽക്കുന്നത്. നെക്കിന്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കഴുത്തിന്റെ, അതായത് പൊങ്ങി നിൽക്കുന്ന നെക്ക്. പിന്നെ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പതിഞ്ഞു നിൽക്കുന്ന നെക്ക്. ഈ രണ്ട് ഐറ്റംസ് ഞാൻ ചെയ്ത് നൽകുക. ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ കഴുത്ത് വെട്ടാൻ നെക്ക് വെട്ടാൻ സുഖമാണ്. കഴുത്തിന്റെ അളവ് നോക്കിയിട്ട് അതിനകത്ത് നമ്മൾ പാറ്റേൺ വെട്ടുന്നത് വെട്ടിക്കൊടുക്കും. ഈ പാറ്റേൺ വെച്ച് നിങ്ങൾക്ക് കോളം വെട്ടാൻ സുഖമായിരിക്കും. പാറ്റത്തിന് അളവൊന്നുമാണെന്നില്ല, കുറച്ച് ഷേപ്പൊക്കെ ഉള്ള രീതിയിൽ റൗണ്ടായിട്ട് എടുക്കുന്നത്. റൗണ്ട് വന്നിട്ട് വലുതായിട്ട് ഓവർ രീതി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാറ്റേൺ ഒരു ലെവൽ വീതി വെച്ച് നോക്കുന്നു. പിന്നെ വീതി വേണമെങ്കിൽ ഒരിക്കലും ടോപ്പിന് കട്ട് ചെയ്യുന്ന സമയം വീതി കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പതിഞ്ഞു നിൽക്കുന്ന കൈക്ക്. പതിഞ്ഞു നിൽക്കുന്ന കൈക്ക് വെച്ചിട്ടുണ്ട്. അത് ചെയ്തിട്ട് പതിഞ്ഞു നിൽക്കുന്ന കഴുത്ത് ഉണ്ടാക്കുന്നത് ഏകദേശം നല്ല കുറച്ച് റൗണ്ടിങ് വന്നു. ഇത് നമ്മൾ തീരുമാനിക്കുക പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുക. കട്ട് ചെയ്യുന്ന ശ്രദ്ധിക്കുക. കുറച്ച് റൗണ്ടിൽ കൊടുത്താൽ നല്ല പതിങ്ങിയിരിക്കണം. കാണുമ്പോൾ വലിയ മാറ്റമില്ല. ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടാണ്, ഒന്ന് റൗണ്ടിങ് ഉള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് വേണ്ട കഴുത്തിന്റെ അളവെടുത്തിട്ട് കോളർ വെട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പതിഞ്ഞ് കിടക്കും കഴുത്ത്. കോളറിൽ കഴുത്തിൽ നന്നായിട്ട് പതിഞ്ഞെടുക്കുന്ന ഐറ്റംസ് ഇത് പാറ്റേൺ മാത്രമാണ്. ഇതിന് ഡബിൾ ഇട്ടാണ് കഴുത്ത് വെട്ടുന്നത്, നെക്ക് വെട്ടുന്നത്. ഇത് സ്ട്രേറ്റ് ആയിട്ടുള്ള കട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് കഴുത്തിന് ക്യാൻവാസിൽ വെച്ച് വെട്ടുന്നത്. ഇതാണ് ക്യാപ്പ്. ഇങ്ങനെ ക്യാപ്പ് ഉണ്ടെങ്കിൽ വെച്ച് വെട്ടിക്കാൻ സിമ്പിൾ.